ജോർജ് കുട്ടി ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആരോ വരുന്നുണ്ട്, ഞാൻ കുഴി എടുക്കാം. അല്ലേ? അയ്യോ, അതാ പ്രഭാകരൻ സാറാണെന്നാ തോന്നണേ. അയ്യോ, ഏത് പ്രഭാകരൻ? വരുൺ പ്രഭാകരന്റെ അച്ഛനെ. ഗീതാ പ്രഭാകരന്റെ ഭർത്താവോ? തിരിച്ചു പറിച്ചു. ഓഗസ്റ്റ് 2. അധികാരത്തിന് ഗർവോ തിളക്കം ഇല്ലാതെ ഒരു മകന് വേണ്ടി കരഞ്ഞു ജീവിക്കുന്ന ആളാണ് എന്റെ ഗീത. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നറിയാം, ക്ഷമിക്കണം കേട്ടോ. ഒരു സത്യം എനിക്കറിയണം, ആരാണ് വരുൺ പ്രഭാകരന്റെ അച്ഛൻ? വരുൺ പ്രഭാകരന്റെ അച്ഛനാ? ഞാൻ ശബ്ദം വിളിച്ചപ്പോ തെറ്റിപ്പോയി കയ്യുന്നു. എന്റെ വരുണ് എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ദൃശ്യം 1, 2, 3 ഒക്കെ വന്ന് ഇതല്ലേ ചോദിച്ചോണ്ടിരുന്നത്? അങ്ങയാളോ പറയൂല, ചോദിക്കണം. നിങ്ങൾക്കെങ്കിലും ഇത്തിരി നാണക്കേടില്ലേ? ഞാൻ ഇത്രയും നാളും ആഫ്രിക്കയിലായിരുന്നു. അല്ല, അമേരിക്കയിൽ ബന്ധുക്കളെ കൂടെ ഇല്ലായിരുന്ന? അധികാരത്തിന്റെ ഗർവം. അത് പറഞ്ഞ അടുത്ത പറ. അതായത് അമേരിക്ക ചെല്ലുമ്പോൾ അവിടുത്തെ ഓരോ കോളിംബെല്ലും എന്റെ മകന്റെ ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നാറ്. അവൾക്ക് വരനെ കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ പുറത്ത് പോയി കോളിംബെല്ലടിക്കും. എനിക്ക് വരനെ കാണും തോന്നുമ്പോൾ അവൾ പോയി കോളിംബെല്ലടിക്കും. അങ്ങനെ കോളിംബെല്ലടിച്ചടിച്ച് ആ കോളിംബെല്ലടിച്ചു പോയി. പിന്നെ അവര് കോളിംബെല്ല് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരടിച്ചിറക്കി. അങ്ങനെ ആഫ്രിക്കയിൽ വന്നു. ആഫ്രിക്കയിൽ കോളിംഗ് ബെല്ല് അടിക്കൂലേ? ഇല്ല, അവിടെ ഓല ഷെഡാണ്, കറണ്ട് ഇല്ല. സൈക്കിളിന്റെ ബെല്ലല്ലേ, അടുത്തിട്ട് കിണിങ്ങനെ നടിക്കും. കറക്റ്റാ കേട്ടാ. ഒരു പുള്ളിക്ക് ബില്ലും ഒരു പുള്ളിക്ക് ബെല്ലും. അയ്യോ, അത് പറഞ്ഞപ്പോ മറന്നുപോയി. വന്നപ്പോ മറന്നുപോയ സംഭവം. അച്ഛായ, ഇത് ഞാൻ ഓട്ടോയിൽ വന്ന ബില്ല്. ഓക്കെ. ഇത് ഞാൻ ഫുഡ് കഴിച്ചതിന്റെ ബില്ല്. ഓക്കെ. പിന്നെ ഈ ബില്ല് ഭാര്യ തരാൻ പറഞ്ഞു. ഇതെന്ത് ബില്ലാണ്? കറണ്ടിന്റെ ബില്ല്. കറണ്ട് ബില്ല് എന്തിനാ തന്നെ? അല്ല, ഭാര്യ പറഞ്ഞ ചേട്ടൻ ബില്ല് ശേഖരിക്കുമല്ലേ, ചിലപ്പോ വീട്ടിൽ ശേഖരിക്കുമ്പോ ഇതങ്ങ് അടച്ചാലാന്ന്. ഓക്കെ, എല്ലാ ബില്ലും ഞാൻ അടയ്ക്കാം. ഞാനൊരു ബില്ലിനാണ്. അധികാരത്തിന്റെ ഗർവം. ഞാൻ ചോദിക്കണു, വേറെ ഒരു ഡയലോഗും നിങ്ങൾക്കില്ലേ? എന്റെ വരുണിന് എന്തു പറ്റി? ശ്വാസം മുട്ടിപ്പോയോ? എന്ത് പറ്റി വരുണ്? അല്ല, ഞാൻ പറയുന്ന കേൾക്കണം. ഈ പുള്ളി ആഫ്രിക്കയിൽ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ടു വരും. ഇനി വിസ കിട്ടൂല, മരച്ച് നോക്കിയാണ് ഈ 25 നമുക്ക് തീർക്കാം. ആ പയ്യൻ എന്ത് പറ്റിയെന്നൊന്ന് പറയണം പ്ലീസ്. എനിക്കും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമുക്ക് 25 നിർത്താം. എന്റെ അരുണിന് എന്താണ് പറ്റിയത്? എന്റെ ഗർഭാസി സാശാനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമല്ലേ ഒരാളെ. സത്യം പറഞ്ഞ വരുൺ പ്രഭാകരന്റെ തലയ്ക്കല്ല അടി കിട്ടിയത്, ഇങ്ങനെ തലയ്ക്ക് അങ്ങനെ അടി കിട്ടിയത്. കിളിയും പറഞ്ഞങ്ങ് നടക്കുക. ഗീതാ പ്രഭാകരന്റെ ഭർത്താവ് വന്നേക്കും. നിങ്ങൾ വലിയ മനുഷ്യനാണ്. അത് വേറൊന്നുമല്ല, ആഫ്രിക്കയിൽ നിന്നപ്പോ കിഴങ്ങ് കൂട്ടി വളർന്നു. 2 ദിവസം ഡേറ്റ് ചെയ്ത് ശരിയാവും. അതല്ല, നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും ഞങ്ങൾക്കില്ല. അത് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മകൻ എന്ത് പറ്റിയെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഓഗസ്റ്റ് 2-ാം തീയതി മഴയുള്ള രാത്രിയിൽ നിങ്ങളുടെ മകൻ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥിയായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ കപ്പയും മീനും ഉണ്ടായി കൊടുക്കണം, അതാണ് ബെസ്റ്റ്. അങ്ങനെ വന്ന് കയറിയപ്പോൾ അവൻ റൂമിനകത്തേക്ക് കയറി. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിയെന്ന് എനിക്കാണ്. അമ്പലത്തിൽ ഘോഷയാത്ര പോകുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അല്ല, ഈ സംഭവം നമ്മൾ രണ്ടുപേരും കേട്ടിട്ടില്ല. ഒരു വട്ടം കൂടി ഒന്ന് പറയാമോ? ഒരു വട്ടം കൂടെ ഈ വരുണിന് ഒന്നും പറഞ്ഞേ. എനിക്കിന്ന് വീണ്ടും അത് പറയാൻ താല്പര്യമില്ല. എന്റെ ഭാര്യ റാണി പറയും. പറയൂ റാണി. അന്ന് ഓഗസ്റ്റ് 2-ാം തീയതി നല്ല മഴയുള്ള രാത്രി നിങ്ങളുടെ മകൻ വരുൺ എന്റെ മകളെ കാണാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. രണ്ടാമതും എനിക്കാണ് തെറ്റ് പറ്റിയത്. വെടിക്കെട്ട് നടക്കുമ്പോൾ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു.
ദാണ്ട ഇങ്ങനെയൊന്നും ചോദിച്ചാൽ അവൻ സത്യം പറയില്ല. എടാ ജോർജ് കുട്ടി, സത്യം പറയണം. ഒരുപാട് പിടിച്ചാൽ ഫിഗർ വിട്ടാവും കേട്ടോ. നീ ആ വരുണിനെ എവിടെ കൊണ്ടടാ കുഴിച്ചു മൂടിയത്? സത്യം പറഞ്ഞില്ലേ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. താൻ ആരോടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഞാനോ? കോൺസ്റ്റബിൾ സുമേഷ്, കോൺസ്റ്റബിൾ സഹദേവന്റെ മരുമകൻ. ടിച്ചു ടിച്ചു ടിച്ചു. അതുകൊണ്ട് ജോർജ് കുട്ടി സത്യം പറഞ്ഞേ. ഞാനല്ല ജോർജ് കുട്ടി, ഞാൻ പ്രഭാകരൻ, അതാണ് ജോർജ് കുട്ടി. അല്ല, ഈ ടിസ്റ്റ് ടിസ്റ്റ് പറഞ്ഞപ്പോ ഒരു ചുമ വന്നില്ലേ? കിളി പോയി, അതുകൊണ്ടാ. എവിടെ ജോർജ് കുട്ടി? എടാ ജോർജ് കുട്ടി, വരുൺ പ്രഭാകരൻ നീ എവിടെയാടാ കൊണ്ടുപോയി കുഴിച്ചു മൂടിയത്? പറയണം. നിങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ പോലീസാണെന്ന്. അടുത്ത കഥയെ കൊണ്ടുവന്ന് വെറും 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല നിനക്കെന്നും നീ പോലീസുകാരനേക്കാളും ഭയങ്കര ബുദ്ധിയാണെന്നൊക്കെ നാട്ടുകാരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുമല്ലേ. പക്ഷെ എനിക്കതിൽ വിശ്വാസമില്ല. നിനക്ക് എങ്ങനെ മനസ്സിലായടാ ഞാൻ പോലീസുകാരനല്ല? നീ എങ്ങനെ മനസ്സിലായി? അത് നീ ആദ്യം പറ. ഈ മുണ്ടെടുത്തിട്ട് പോലീസിന്റെ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ അറിയില്ല. ലോജിക് കേട്ടോ മോനെ, ലോജിക്ക് നോക്കണം. എന്റെ വരുണിന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഇതുവരെ പോയില്ലായിരുന്നോ? ഇല്ല, ഇത് മുഴിപ്പിക്കണ്ടേ? എന്റെ പ്രൊഫസറെ എല്ലാം പൊളിഞ്ഞു, ഷൂ പൊളിച്ച്. ഞാനൊരു കാര്യം പറയാം, നമുക്ക് നീ ഇവരോട് വലിച്ചു നീട്ടണ്ട. ഇതിൽ നിർത്താം. അത് 25 മതി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൃശ്യത്തിന്റെ ഓരോ ഭാഗം ഇറങ്ങുമ്പോഴും പ്രേക്ഷകർ ഇത് കൈ നീട്ടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കോടി ക്ലബിൽ കയറുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്? അതുകൊണ്ട് ദൃശ്യത്തിന്റെ 50ാം ഭാഗത്തിലെങ്കിലും ഞാനിത് പറയാൻ ശ്രമിക്കാം. അതുവരെ നിങ്ങളെല്ലാവരും സഹകരിച്ചേ പറ്റൂ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. എന്റെ വരുണിനെ നിങ്ങൾ കൊന്നു എന്ന് എനിക്കറിയാം. പക്ഷെ അവനെ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? എല്ലാം മുകളിലിരിക്കുന്നവനറിയാം. പ്രഭാകരൻ സാറേ, ക്ലൂ കിട്ടി. എന്ന് ക്ലൂ ആണ് കിട്ടിയത്? നിങ്ങളെ വരുൺ പ്രഭാകരനെ എവിടെയാണ് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കുന്നെന്ന് ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ക്ലൂ കിട്ടി. എങ്ങനെ? മുകളിലെന്ന് പറഞ്ഞില്ലേ, ചൊവ്വയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇന്നു മുതൽ പോലീസിന്റെ അന്വേഷണം ചൊവ്വാഗ്രഹത്തിലേക്ക്. ഇതുപോലുള്ള പോലീസുകാരുണ്ടെങ്കിൽ ദൃശ്യം ഇനിയും തുടരും. ദൃശ്യം 26 ചൊവ്വാഗ്രഹത്തിലേക്ക്. കോമഡി